ഒരു ചിന്ന ബ്രേക്കിന് ശേഷം ഞാനിതാ വീണ്ടും വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് മാറിക്കണം, അപ്പോഴേ നിങ്ങൾക്ക് ഇന്നൊരു വില ഉണ്ടാവുള്ളൂ. നമ്മളെ വിശേഷം മാത്രമല്ല, അതിനൊപ്പം തന്നെ ഏതാനും മണിക്കൂറുകൾക്കകം നമ്മുടെ വീട്ടിൽ ഇതാ ഈ ഒരു മതിലും കൂടെ വന്നിട്ടുണ്ട്. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വ്ലോഗ്. രാവിലെ തന്നെ എല്ലാവരും നല്ല പണിയിലാണ് കേട്ടോ. നമുക്ക് പിന്നെ പുറത്തുനിന്ന് ആൾക്കാരെ ഇറക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. കണ്ടില്ലേ, ഐബുട്ടര് വരെ എന്താണ് ആത്മാർത്ഥത. ഇടയ്ക്കിടയ്ക്കുള്ള ഈ മഴ കാരണം മതിൽമലൊക്കെ ഏത് നേരം പുല്ല് പൊന്തിക്കൊണ്ടേക്കാറ് കേട്ടോ. അതിപ്പോ അങ്ങനെ ഒരു സീസൺ ആണല്ലോ. മെയിൻ റീസൺ അതൊന്നല്ല, ഇപ്പച്ചി മനിയത്തിയും ഓളെ വീട്ടിലും ഞാൻ അവിടെ എൻ്റെ വീട്ടിലേനു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഈ പുല്ല് പറിക്കണ പരിപാടിക്കൊന്നും ഞാൻ ഇറങ്ങൂല, അതൊക്കെ ഓലെ തന്നെ ഇക്കാര്യം ചെയ്യാം. എനിവേ പുല്ല് പറിക്കലും അടിച്ചുവാരലൊക്കെ ആയിട്ട് എല്ലാവരും നല്ല ബിസിയാണ്. ഞാൻ കിച്ചണിലും നല്ല ബിസിയാണ് കേട്ടോ. ഇവരൊക്കെ ക്ഷീണിച്ച് കൊയങ്ങി വരുമ്പോൾ അകത്ത് എന്തെങ്കിലുമൊക്കെ ഞം കഴിക്കാൻ വേണമല്ലോ. അതിന് ഈ പറഞ്ഞ മാതിരി എല്ലാവരും ഒന്നിച്ച് മുറ്റത്തിറങ്ങിയാൽ ശരിയാവൂല, ആരെങ്കിലും ഒരാൾ കിച്ചണിലും വേണം. അങ്ങനെ ചോറും കറി ഉപ്പേരിയൊക്കെ അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലെ പ്രഗ്നന്റ് മെമ്പറിന്റെ റിക്വസ്റ്റ് പ്രകാരം ഇവിടെ സേമിയ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ആഗ്രഹം വന്നാൽ നമ്മളങ്ങനെ സമയവും കാലമൊന്നും നോക്കാൻ പാടില്ല. അതിനിപ്പോൾ രാവിലെ ആണെങ്കിലും നട്ടപ്പാതിരാണെങ്കിലും ശരി, ഈ പറഞ്ഞ ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മൾ പായസം ഉണ്ടാക്കിയത്. ബട്ട് ഇതിപ്പം കൽത്തപ്പത്തിന്റെ മാവാണ് കേട്ടോ. വൈകുന്നേരം മതിൽ ഫിറ്റ് ചെയ്യാനുള്ള പണിക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഓൽക്ക് ചായക്ക് സ്പെഷ്യലായിട്ട് കൽത്തപ്പം കൊടുക്കാമെന്ന് കരുതി അങ്ങനെ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാ പരിപാടികളും തീർന്നതിന് ശേഷം ഞാനും അനിയത്തിയും ഹോസ്പിറ്റലിലോട്ട് പോവാണ്. ഓൾക്കിപ്പോൾ 7th മന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡോക്ടറെ കാണിക്കാൻ പോവാണ്. നിഷോനും നിഫ്രൂനും ഒന്നും കൂടെ കൂട്ടിയില്ല, നമ്മൾ രണ്ടാളും കൂടിയാണ് പോണത്. പിന്നെ ധൈര്യത്തിന് ആണൊരുത്തനായിട്ട് ഐബുട്ടനും നമ്മളെ കൂടെ ഉണ്ടല്ലോ. പോണ വഴിക്കിൽ നല്ല അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ. നമ്മളത് ശ്രദ്ധിക്കാൻ പോയില്ല എന്നുണ്ടെങ്കിലും നമ്മളെടുത്തിരിക്കണ കുഞ്ഞിക്കണ്ണുകൾ അതൊക്കെ നോക്കി കാണുന്നുണ്ടതിന്. ഹോസ്പിറ്റൽ വന്നിട്ട് ഇടവണ്ണ EMC ഹോസ്പിറ്റലാണ് കേട്ടോ. ഓളെ ഫസ്റ്റ് ഡെലിവറിയും അവിടെ തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ സെക്കൻഡ് ടൈമും ഇവിടെ തന്നെ ആക്കാന്ന് വെച്ചിട്ടാകും മേ ബി. പക്ഷെ അമ്മക്ക് നമ്മളെ മഞ്ചേരി ആ ഒരു സുഖം വേറെ തന്നെയാണ്. അതിനിപ്പോൾ വേറെ ഏത് നാട്ടിൽ പോയാലും കിട്ടൂല. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആവൂലേ. നമുക്ക് നമ്മളെ നാട് അതേ നടക്കുള്ളൂ. 38 എങ്ങാണ്ടാണ് നമ്മുടെ ടോക്കൺ നമ്പർ. അപ്പോൾ വന്നപ്പോൾ തുടങ്ങിയ ഇരുത്താണ്. പിന്നെ ഐബുട്ടൻ ഉണ്ടായതുകൊണ്ട് സമയം പോണത് അറിയേയില്ല. കാരണം ഓൻ്റെ പിന്നാലെ പോകാനല്ലേ നമുക്ക് നേരമുള്ളൂ. ആള് ഭയങ്കര കുറുമ്പനാണ്. വീട്ടിൽ നിന്നാണെങ്കിൽ നല്ല ഒരു ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ട് പോകുന്നതുകൊണ്ട് വീണ്ടും ഉറക്കി കൊടുക്കാന്നുള്ള ഒരു ഓപ്ഷൻ നമ്മളെടുത്തില്ലേനു. ഇരുന്ന് ഏകദേശം ഒരു 10-20 ആയിട്ടുണ്ട് കേട്ടോ ടോക്കൺ നമ്പർ. ഇനിയും ഉണ്ട് നമുക്ക് കുറേ സമയം. ചെറിയൊരു റീഫ്രഷ്മെന്റ് എന്നുള്ള നിലക്ക് നമ്മളിവിടെ വന്നിട്ട് ഓരോ സ്നാക്സും ബൂസ്റ്റൊക്കെ കഴിച്ച്, എനിക്കും അനിയത്തിക്കൊക്കെ ഷെയ്ക്കിനോടാണ് കൂടുതൽ താല്പര്യം കേട്ടോ. ചിക്കു ഷെയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ കേമായി. ഇതിപ്പം ഹോസ്പിറ്റൽ ഏരിയാസിനൊന്നും അങ്ങനത്തെ സംഭവം കഴിക്കരുത് എന്ന് ഞങ്ങളെ ഡാഡിൻ്റെ ഓർഡർ ഉണ്ട്. അപ്പോൾ റിസ്ക് എടുത്തില്ല, തിരിച്ച് ചെല്ലാനുള്ളത് വീട്ടിൽ തന്നെയല്ലേ. പിന്നെ അത് അവിടെ നല്ല ചക്കപ്പൊരി ഉണ്ടായിരുന്നേ, കണ്ടപ്പോൾ നല്ല പൂതി. ഇതിപ്പോൾ ആരാ പ്രഗ്നന്റ്? ചില സമയത്ത് ഓരോ സാധനങ്ങൾ കാണുമ്പോൾ പ്രഗ്നന്റ് ആയ ഓക്കില്ലാത്ത കൊതികളേക്കാരം നമുക്ക്. അങ്ങനെതാ ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ അവിടെ 37 ആയിട്ടുണ്ട്. ഇനി 38 നമ്മളാണ്. ഡോക്ടറെ കാണിക്കലൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഭാഗം നടക്കാന്ന് കരുതി പോയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 കുഞ്ഞിക്കണ്ണുകൾ കാഴ്ചകളൊക്കെ കാണുന്നുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഓനങ്ങോട്ട് ശരിക്ക് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് അവിടെ എന്തോ ഒരു മേള പോലെ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് കേട്ടോ. ചൈനീസ് മേള ഒന്നല്ല, എന്താ എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും നല്ല റേറ്റ് കുറവുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ കുറേ ഐറ്റംസും ഉണ്ട്. എന്നാൽ കയറാമെന്ന് വിചാരിച്ച്. എക്സ്പെഷ്യലി ചെരുപ്പ് എടുക്കാൻ തന്നെയാണ്. എനിക്ക് ചെരുപ്പ് എടുക്കാനാണ് കയറിയത്. എടുത്തു വന്നപ്പോൾ എല്ലാവർക്കും ഉള്ളത് അങ്ങോട്ട് എടുത്ത്. അത് പിന്നെ അങ്ങനെയാണല്ലോ. ചെരുപ്പിനൊക്കെ 150 രൂപ എങ്ങാണ്ടുള്ളൂ. പിന്നെയും വേറെ കുറേ ഐറ്റംസൊക്കെ അവിടെ ഉണ്ടായിന്. കൂടുതലായിട്ട് അവിടെ ചുറ്റി കറങ്ങാൻ നിന്നില്ല. അങ്ങനെ കറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ കട മൊത്തം നമുക്ക് ആവശ്യം ഉണ്ടാകും. നേരത്തെ ചിക്കു ഷേക്ക് കുടിക്കാൻ പറ്റാത്ത സങ്കടം നമ്മൾ ഇവിടെ അങ്ങോട്ട് തീർത്തിട്ടുണ്ട്. നല്ല അടിപൊളി ചിക്കു ഷേക്കായിരുന്നു. അതൊക്കെ കുടിച്ച് വയറൊക്കെ കൂളാക്കി നമ്മളിതാ നേരെ വീട്ടിലോട്ട് പോവാണ്. നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ഏകദേശം ഒരു 3-3:30 എങ്ങാണ്ട് ആയിട്ടുണ്ടായിരുന്നു. ആ സമയമാണ് നമ്മുടെ മതിലിൻ്റെ പണിക്കാർ ഇവിടെ എത്തിയിട്ടുള്ളത്. റെഡിമെയ്ഡ് മതിലാണ്, സ്നേഹമതിൽ. ഏതാനും മണിക്കൂറുകൾക്കകമാണ് അവരിതൊക്കെ ഫിറ്റ് ചെയ്ത് സെറ്റാക്കി പോയത്. സാധാരണ നമ്മളൊരു മതിൽ കുത്താണെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷന്, കല്ല്, സിമെൻറ്റ് എന്നും പറഞ്ഞ് കുറേ സമയം എടുക്കും. ചിലപ്പോൾ ദിവസം എടുക്കും. ഒരു ദിവസമൊക്കെ എന്തായാലും വേണ്ടി വരും. റെഡിമെയ്ഡ് മതിലിനെ കുറിച്ച് അവിടെയും ഇവിടെയും കേൾക്കും കാണും ചെയ്യല്ലാണ്ട് നമുക്ക് അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ നേരിട്ട് കാണാൻ പോവാണ്. ഫുൾ
എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. എന്താകും എന്തോന്ന് നോക്കിയിരിക്കുകയാണ്. ഞങ്ങൾ മാത്രമല്ല, നമ്മളെ കുഞ്ഞാപ്പികളും ഉണ്ട്, എല്ലാവരും അത് നോക്കിയിരിക്കുക തന്നെയാണ്. അപ്പോൾ ആദ്യം നമ്മളെ ഈ പഴയ മതിലുണ്ടല്ലോ, പഴയ മതിലെന്നൊന്നും പറയാൻ പറ്റില്ല, അവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കല്ലുകൾ ഇട്ടിട്ടുള്ളതിന്. അപ്പോൾ അതൊക്കെ പൊളിച്ച് സെറ്റാക്കുകയാണ്. ഓൽക്ക് ചായക്കും വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തന്നെ കൽത്തപ്പത്തിനുള്ള മാവൊക്കെ സെറ്റാക്കി വെച്ചിനല്ലോ, അതൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. പോരാത്തതിന് നമ്മൾ റൈസ് കുക്കറിലും കൂടെ ഇറക്കി വെച്ചതുകൊണ്ടായിരിക്കാം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 6 പണിക്കാരൊക്കെ എങ്ങാണ്ടുണ്ട്. ഉണ്ടാക്കുമ്പോൾ ഓൽക്ക് മാത്രം പോരല്ലോ, നമുക്കും വേണ്ടേ, ഏതായാലും ഉണ്ടാക്കില്ലെന്ന് കരുതിയിട്ട് കുറച്ച് തോനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പെട്ടെന്നൊരു മതിൽ കുത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഇട്ടിട്ടുള്ള കല്ലാളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ആകെ പാളീസായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ മതിൽ കുത്താന്ന് വിചാരിച്ചത്. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും കുത്തണം എന്ന് കരുതി നിൽക്കുന്നേനു. കൽത്തപ്പം ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇവിടെയും വന്ന് നോക്കൂ കേട്ടോ. പിന്നെ അതാ വീണ്ടും അങ്ങോട്ട് തന്നെ പോയിട്ടുണ്ട്. നമ്മൾ ആ കൽത്തപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് എടുത്ത് നോക്കുകയാണ്. അതിൻ്റെ ബാക്ക് ഭാഗം കണ്ടാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ, കരിഞ്ഞോ ഇല്ലയോ എന്താണ് അതിൻ്റെ അവസ്ഥ എന്നറിയായിട്ട്. ദാ ഇങ്ങനെ നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അതൊന്ന് വേറെ തന്നെയാണ്. ഞാൻ ട്രൈപോഡ് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ വീഡിയോക്ക് അത്യാവശ്യം ഷെയ്ക്ക് എന്തായാലും ഉണ്ടാകും. ട്രൈപോഡൊക്കെ കൈ പിടിച്ച് വീഡിയോ എടുക്കാനും വേണ്ടി വരുന്ന ആ ഒരു സാഹചര്യത്തിലല്ലായിരുന്നു ഞാൻ നമ്മുടെ ആനക്കയറ്റത്തെ വീട്ടിൽ നിന്ന് പോകുന്നത്. എൻ്റെ കൈ ഒടിഞ്ഞേനു കേട്ടോ. അതാണ് ഇത്രയും ദിവസം നമ്മളെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നത്. ഇപ്പോൾ ദാ ഒക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ക്യാമറയൊക്കെ ഓണാക്കിയിട്ട് നമ്മളെ പഴയ ട്രാക്കിൽ കയറിയിട്ടുണ്ട്. മോലിയർ ചെലവിൻ്റെ വ്ളോഗിന് കിട്ടിയിട്ടുള്ള ആ ഒരു റെസ്പോണ്ട് അത് 1.5 ലെവൽ കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ. നിങ്ങളെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് ഇതുപോലെ വീണ്ടും വീഡിയോസ് ഇടാൻ തോന്നൂല, അതാണ് സത്യം. പറഞ്ഞു വന്നപ്പോൾ എൻ്റെ കൽത്തപ്പത്തിനെ കുറിച്ച് ഞാൻ വർണ്ണിക്കാൻ മറന്നു ഗൈസ്. നല്ല സ്പോഞ്ചായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ആരെടുത്തിട്ടുള്ള കൽത്തപ്പേനു കേട്ടോ. ഞാനത് പ്രസ് ചെയ്ത് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതാ ചായയും കൂടെ അങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ പുറത്ത് എന്താ നടക്കണമെന്ന് അറിയായിട്ടൊരു സമാധാനം ഇല്ല. ഇങ്ങോട്ട് വന്നിട്ട് ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കണുണ്ട് എന്ന് തന്നെ ഉള്ളൂ. മൈൻഡ് ഫുള്ള് ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ. അതിനു വേണ്ടി എന്താ അപ്പോൾ ഇത്രമാത്രം എന്ന് തോന്നുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ആഗ്രഹിച്ച ഒരു കൂട്ടി ഒരു മുട്ടസൂചി വാങ്ങിച്ചാലും നമുക്കത് പ്രീഷ്യസ് ആയിരിക്കും. അപ്പം അത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഏതൊരു കാര്യമാണെങ്കിലും അതിനിപ്പോൾ നമ്മൾ എത്ര നല്ല രീതിക്ക് ചെയ്യുകയാണെങ്കിലും അതിലൊക്കെ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് അപൂർവം പാഷാണത്തിൽ കൃമികൾ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ മോലിയർ ചെലവിൻ്റെ വീഡിയോയിൽ നിങ്ങളെടുത്തുനിന്ന് കിട്ടിയിട്ടുള്ള റെസ്പോണ്ട് വേറെ ലെവലായിരുന്നു. ഒരുപാട് പോസിറ്റീവ് കമൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കൃമി നൊയിഞ്ഞ് കയറി വന്നിട്ട് എനിക്ക് അഹങ്കാരമാണ് എന്ന് പറയുന്നത്. ഞാൻ എന്തും കണ്ടാണ് അഹങ്കരിക്കേണ്ടതെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരെത്തും പിടിയും കിട്ടണില്ല. എൻ്റെ ആകെ അഹങ്കാരം എന്ന് പറയുന്നത് എൻ്റെ പാരൻസ്, സിബ്ലിങ്സ്, എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് വെച്ച് തന്ന എൻ്റെ ഒരേ ഒരു ഹസ്ബൻഡ്. ഈ ഒരു കാര്യത്തിൽ എനിക്ക് നല്ല അഹങ്കാരമുണ്ട്. അല്ലാണ്ട് അഹങ്കരിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഒലക്കിയില്ല. ബൈ ദ ബൈ, നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ വിഷയം അതും അതിലാണ്. അതിൻ്റെ പരിപാടിക്കഥ അവിടെ ഏകദേശം തീരുമാനമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ പണി കഴിയണതിനനുസരിച്ച് അവിടെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അടിപൊളിയായിട്ട് നല്ല പെർഫെക്ഷനോട് കൂടിയിട്ട് സ്നേഹമതിൽ ഇതവിടെ സെറ്റായിട്ടുണ്ട്. 1-2 ദിവസത്തിന് ശേഷം ഇപ്പം ചെയ്ത് വൈറ്റ് സിമെൻ്റ് ഒക്കെ അടിച്ചതിന് കേട്ടോ. അപ്പോൾ നല്ല ലുക്കിന് കാണാൻ. ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഉണ്ടെങ്കിൽ മാത്രം ലൈക്കും ഹൈപ്പും കമൻറ്റും ഒക്കെ ചെയ്തോളി. സബ് ചെയ്യാൻ മറന്നോലെ അതും ചെയ്തോളി കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.